ഓ നമ്മൾ സി.എം. വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു മഹാന്റെ വീട്ടുമുറ്റത്തും വീട്ടിലുമല്ലേ ഒരുമിച്ച് കൂടിയത്. മഹാനവറുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം ഇഷ്ക് വെച്ച മഹാനായിരുന്നു. മദീനത്ത് സിയാറത്തിന് ചെന്നിട്ട് ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ശരീഫിലേക്ക് സലാം പറയാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ദിനം പ്രതി സലാം പറയുന്ന സ്ഥലമല്ലേ, സിയാറത്ത് ചെയ്യുന്ന സ്ഥലമല്ലേ മദീന മുനവ്വറയിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ്. സലാം പറയുന്ന ബാബുസ്സലാമിലേക്ക് കടന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലേക്ക് എത്തുമ്പോൾ ആ ഇഷ്ക് ഖൽബിന്റെ അകത്ത് അത് പൊട്ടിത്തെറിച്ചിട്ട് മഹാനവറുകൾ മദീനത്ത് വീണുപോയി. അങ്ങനെയാണ് സൂഫിയാക്കൾ ഔലിയാക്കള് ആ മഹബത്ത് പൊട്ടിപ്പോയി, ഖൽബ് പൊട്ടിത്തെറിച്ചു പോയി. മരണപ്പെട്ട മഹാന്മാരില്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് ഖൽബ് പൊട്ടി മരണം സംഭവിച്ചവരില്ലേ, കഅബ ശരീഫിന്റെ ചുമര് പിടിച്ചിട്ട് പിന്നീട് മരണപ്പെട്ട് വീണുപോയ മഹാന്മാരില്ലേ. ഇത് മഹബത്തിന്റെ ലോകത്ത് നമുക്ക് ധാരാളം കാണാൻ കഴിയും. അതുകൊണ്ട് ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കണം. ആ മഹാന്മാരായ ഔലിയാക്കളായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടും ഇഷ്ക് കൊണ്ടും മാത്രമാണ്. അതിൽ നിന്നാണ് അവരെ ഖൽബ് തെളിഞ്ഞത്. അതിൽ നിന്നാണ് അവർക്ക് മറ്റുള്ള എല്ലാ രംഗത്തേക്കും ഉയർന്നു പോകാനുള്ള മനസ്സും എല്ലാ സംഗതികളും ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു സംഭവം കൂടി പറയട്ടെ. സുൽത്താൻ മഹമൂദുൽ ഗാസി അബുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി വന്നു. ഭരണാധികാരിയാണ് മഹമൂദുൽ ഗാസി. അങ്ങനെ വരുന്ന സമയത്ത് മൂപ്പരൊരു പരീക്ഷണം നടത്തി എന്നാണ്, അബുൽ ഹസൻ തങ്ങളെ ഒന്ന് പരീക്ഷിച്ചു എന്നാണ്. സുൽത്താൻ ധരിക്കുന്ന കുപ്പായം തൻ്റെ പ്രജകളിൽപ്പെട്ട ഒരടിമക്ക് കൊടുക്കുകയും അടിമയുടെ വസ്ത്രം സുൽത്താൻ രാജാവ് ധരിക്കുകയും ചെയ്തു. അബുൽ ഹസൻ തങ്ങളെ മുന്നിലേക്ക് ആദ്യം വന്നത് അടിമയാണ്. സാധാരണ രാജാക്കന്മാര് വരുമ്പോൾ ഒന്ന് തഅളീമ് ചെയ്യും, ബഹുമാനിക്കും. പക്ഷേ അടിമക്ക് ഭരണാധികാരിയുടെ കുപ്പായം നൽകി ആൾമാറാട്ടം നടത്തിയിട്ട് അബുൽ ഹസൻ തങ്ങളെ മുന്നിലേക്ക് ഈ അടിമ വന്നപ്പോൾ അബുൽ ഹസൻ തങ്ങൾ അദ്ദേഹത്തെ തഅളീമ് ചെയ്തില്ല, ബഹുമാനിച്ചില്ല, രാജാവാണെന്ന പരിഗണന നൽകിയില്ല. രണ്ടാമത് ബഹുമാനപ്പെട്ട മഹമൂദുൽ ഗാസി വന്നു. അപ്പോഴും മഹാനവറുകൾ പരിഗണിച്ചില്ല. കാരണം രാജാവിന്റെ കോലത്തിലല്ലല്ലോ വന്നത്. ഈ രംഗം കണ്ടപ്പോൾ തന്നെ മഹമൂദുൽ ഗാസിക്ക് മനസ്സ് പതറിപ്പോയി. എന്നിട്ട് മഹാനവറുകളോട് ഒരുപാട് സംഗതികൾ ചോദിച്ചു, ഒരുപാട് ഉപദേശങ്ങൾ തേടി. വലിയ മഹാനല്ലേ, വിലായത്തിന്റെ ലോകത്ത് വിരാജിക്കുന്ന ഉന്നത വ്യക്തിത്വമാണ് അബുൽ ഹസൻ തങ്ങള്. അതുകൊണ്ട് മഹാൻ ചോദിച്ചു, എൻ്റെ ഖൽബിന് പറ്റിയ ചില ഉപദേശങ്ങൾ തരണം. ആ സമയത്ത് അബുൽ ഹസൻ തങ്ങൾ സുൽത്താൻ മഹമൂദുൽ ഗാസിക്ക് നൽകിയ ഉപദേശങ്ങൾ 4 എണ്ണം. ഒന്ന്, റബ്ബിന് തഖ്വ ചെയ്യലാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കലാണ്. രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും രാത്രിയിലും പകലിലും ഏത് രംഗത്തും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഭയപ്പെടണം. രണ്ടാമത്തെ വസിയ്യത്ത് അസ്സഖാവ, ധർമ്മം ചെയ്യലാണ്. ധർമ്മം ചെയ്യുന്ന മനസ്സുണ്ടാവലാണ്. മനുഷ്യന് കൊടുക്കാനൊന്നുമില്ലെങ്കിലും മൃഗങ്ങൾക്ക് കൊടുക്കുന്ന മനസ്സ് വേണം.
നമ്മളെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് ഉപയോഗശൂന്യമായ, ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റായി കണ്ട ഭക്ഷണം നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ പൂച്ച വന്ന് കരയുമ്പോൾ ആ പൂച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാം. കൊടുക്കുന്ന മനസ്സ് വേണം. നിങ്ങൾ കേട്ട് കാണും, മഹാനായ ഔലിയാക്കന്മാരുടെ ഒരു നേതാവാണ് താജുൽ ഔലിയ എന്ന്. മഹാന്മാരൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി ഖദ്ദസല്ലാഹു സുബ്ഹുൽ അസീസ് വേങ്ങര കോയപ്പാപ്പയെ സംബന്ധിച്ച് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ആ കോയപ്പാപ്പ നേരം വെളുത്ത് അങ്ങാടിയിൽ വന്നാൽ ആളുകൾ ചായ വാങ്ങിക്കൊടുക്കും. ചായന്റെ കൂടെ കടി പുട്ടാണ് നൽകുന്നത്. അങ്ങനെ ആദ്യം മഹാന് കിട്ടുന്ന പുട്ടുകളെല്ലാം അതിങ്ങനെ കൈകൊണ്ട് അടിച്ച് പൊട്ടിച്ച് റോട്ടിലേക്ക് ഇങ്ങനെ എറിയലാണ്. മഹാൻ ചായ കഴിക്കുന്നതിൻ്റെ മുമ്പ്, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് റോട്ടിലേക്ക് പുട്ടെറിയുന്നത് കാക്കകൾക്ക് തിന്നാനാണ്. അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടി അന്നം തേടി വന്നിരിക്കുകയാണ്. ഇത് ഔലിയാക്കന്മാരെ ലോകത്ത് വായിക്കാനും കാണാനും കഴിയും. റിഫായി ശൈഖിന്റെ ലോകത്ത് കാണാൻ കഴിയും. ഞാൻ ആ ഭാഗത്തേക്ക് നീണ്ടുപോകുന്നില്ല. മഹാനായ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി തങ്ങള് സുൽത്താൻ മഹ്മൂദുൽ ഖാസി എന്ന മഹാന് പഠിപ്പിച്ചു കൊടുക്കുന്നത് തഖ്വ വേണം, സഖാവത്ത് വേണം. അശ്ശഫഖത്തു അലാ ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളോടെപ്പോഴും കൃപയും ദസാവും വേണം. നമ്മളെ പഴയ കാലത്തുള്ള ഉമ്മമാരും ഒരു സംസാരാണത്. ദസാവ് കൃവ, ആ വാക്കന്നെ പോയി ലോകത്ത്. കൃവയും ദസാവൊക്കെ ഉയർന്നു പോയി, യസർന്നു പോയി എന്ന് പറയും പഴയ ഉമ്മാരൊക്കെ. അപ്പോ ജനങ്ങളോട് കരുണയുള്ള, കാരുണ്യമുള്ള ഹൃദയം, വിശാലമായ മനസ്സ്, എനിക്ക് പറ്റുന്ന വിഷമം പോലെയാണ് മറ്റുള്ളവർക്കുണ്ടാകുന്ന വിഷമം. ഞാൻ എൻ്റെ വിഷമം പരിഹരിക്കാൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരെ വിഷമം പരിഹരിക്കാൻ ഞാൻ പരിശ്രമിക്കണം എന്ന ചിന്ത വേണം. അബുൽ ഹസൻ തങ്ങൾ പറയുന്നു, നാലാമത് പഠിപ്പിച്ചു കൊടുത്തത് അലൈക ബിസ്വലാത്തിൽ ജമാഅ, എപ്പോഴും ജമാഅത്ത് നിസ്കാരം നീ നിലനിർത്തണം. സുബഹിക്ക് പള്ളിയിൽ പോകണം. അങ്ങനെ നിന്റെ നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കാൻ. അപ്പോൾ ആളുകളെ കുറിച്ച് അറിയും, ജനങ്ങളെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയും. ഇങ്ങനെ 4 കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട മഹ്മൂദുൽ ഖാസി തങ്ങൾ യാത്ര പറയാൻ ഒരുങ്ങുമ്പോൾ മഹാനവറുകൾ പറയുന്നു, ഔലിയാക്കളിൽപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ഒരു ഉപദേശം എനിക്ക് തരുമോ? വലിയ മഹാനാണ് അബൂ യസീദുൽ ബിസ്താമി തങ്ങള്. മഹാന്റെ ചില ഉപദേശങ്ങള്. അപ്പൊ മഹാൻ പറയാണ്, അബുൽ ഹസൻ തങ്ങൾ പറയാണ്, ഒരു ദിവസം അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, എന്നെ ആരെങ്കിലും കണ്ടാൽ അവന് റബ്ബ് തആല പരലോകത്ത് നജാത്ത് നൽകും. മൻ റആനി, എന്നെ കണ്ടാൽ തന്നെ നജാത്ത് കിട്ടും. ഇത് മഹ്മൂദുൽ ഖാസി എന്ന സുൽത്താന് അബുൽ ഹസൻ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോ മഹാനവറുകൾക്കൊരു ഒരു ചെറിയ സംശയം. പടച്ചോനെ, അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ ഒരാൾ കണ്ടാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട അബൂലഹബിനും അബൂജഹലിനും അവർക്ക് ആഖിറത്തിൽ നജാത്ത് കിട്ടിയില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയ ആളായി പോയോ അബൂ യസീദുൽ ബിസ്താമി? ഈ സംശയം ബഹുമാനപ്പെട്ട മഹ്മൂദ് സുൽത്താൻ മഹ്മൂദുൽ ഖാസി അബുൽ ഹസൻ തങ്ങളോട് സംശയം പങ്കുവച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ തങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഔലിയാക്കളെ വാക്ക് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയൂല സാധാരണക്കാർക്ക്. മഹാനവറുകൾ പറയുന്നു, അവരാരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. അബൂലഹബ് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അബൂജഹൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. അഥവാ കാണേണ്ടത് പോലെ കണ്ടില്ല, ഈമാനോടെ കണ്ടില്ല.
മഹബത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടില്ല, മഅരിഫത്തിന്റെ ഖൽബ് കൊണ്ട് കണ്ണുകൊണ്ട് കണ്ടില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവർക്ക് രക്ഷയുണ്ടാകുമായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സെക്കൻഡ് ഈമാനുള്ള അവസ്ഥയിൽ കണ്ടാൽ അവനാരാണ്? സ്വർഗത്തിൽ ഏറ്റവും ഉന്നത പദവിയുള്ള സ്ഥാനത്ത് എത്തിപ്പോയ മഹാന്മാരാണ്. ഒരു വഖത്ത് നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ലെങ്കിലും അതിനവസരം കിട്ടിയില്ല. സഹാബിയായ ഉടനെ മരണപ്പെട്ടു പോയി. നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല, ഖുർആൻ ഖത്മ് തീർത്തിട്ടില്ല. എന്നാൽ 100 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ച മൂമിനാണ്, 100 കൊല്ലം റമദാനിൽ നോമ്പെടുത്ത മൂമിനാണ്, 100 കൊല്ലം ഖുർആൻ ഖത്മ് തീർത്ത ആളാണ്. എന്നാലും ഒരു സെക്കൻഡ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുകാഴ്ചക്ക് ഭാഗ്യം കിട്ടിയ സ്വഹാബത്തിന്റെ പവർ ഈ മനുഷ്യന് മുഅ്മിനായ വ്യക്തിക്ക് ലഭിക്കില്ലല്ലോ. അപ്പൊ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞതിന്റെ പൊരുളും മഹബത്തിന്റെ കണ്ണുകൊണ്ട് എന്നെ കണ്ടാൽ അവന് രക്ഷയുണ്ടെന്നാണ്. ഖുത്ബുൽ അഖ്താബ് തങ്ങളെ ഒരു നോട്ടം കൊണ്ട് വിലായത്തിന്റെ മർത്തബയിലേക്ക് ഉയർന്നു പോയ എത്രയെത്ര മഹാന്മാരുണ്ട്. ജീവിതത്തിൽ കളവും മോഷണവും നടത്തിയ, തിന്മയും തെറ്റുകുറ്റങ്ങളും പതിവാക്കിയ വ്യക്തി സുബ്ഹാനല്ലാഹ് ഗൗസുൽ ആലമിന്റെ മഅരിഫത്തിന്റെ നെളിർ കിട്ടിയപ്പോൾ ആ വ്യക്തി പിന്നീട് മഅരിഫത്തിന്റെ വലിയ വിലായത്തിന്റെ ലോകത്തേക്ക് ഉയർന്നു പോയില്ലേ. അതുകൊണ്ട് നിങ്ങളും ഞാനും ഔലിയാക്കളെ ബഹുമാനിക്കണം, സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് എല്ലാറ്റിൻ്റെയും അസ്ലുൽ അസീല.